പൊതുവെ മെഡിക്കൽ കോളേജ് ജീവനക്കാരും രോഗികളും തമ്മിൽ ഒരു സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഇനി മുന്നോട്ട് കൊണ്ടുവരും? പൊതുജനങ്ങളും ഡോക്ടർമാരും അല്ലെങ്കിൽ ആശുപത്രി ജീവനക്കാരും തമ്മിൽ അത്ര ഒത്തൊരുമയില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒത്തൊരുമയുണ്ട്, പക്ഷെ അവരിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഇപ്പോൾ ഒരു ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ ആ ജീവനക്കാർക്ക് മതിയായ പരിഗണന രോഗികൾക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് അവരുടെ കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ അത് രോഗികളുടെ കണക്കിന് ആനുപാതികമായിട്ട് നഴ്സുമാരും മറ്റുള്ള അറ്റൻഡർമാരും ട്രോളി ഉന്തുന്നവരും അങ്ങനെയുള്ള ആൾക്കാരുടെ എണ്ണം അത് കൂടണം. കൂടുതൽ രോഗികൾ വരുമ്പോൾ അതിന് കണക്കായിട്ട് നമ്മൾ എങ്ങനെ സേവനം കൊടുക്കണം. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടേണ്ടി വരും, എക്വിപ്മെൻറ്റ് കൂട്ടേണ്ടി വരും. അപ്പം പിന്നെ അവരുടെ മരുന്നുകൾ കൊടുക്കണമെങ്കിൽ മരുന്നുകൾ നമുക്ക് ലഭ്യമാകണം. ആ മരുന്ന് ലഭ്യമാകണമെങ്കിൽ നമ്മുടെ അടുത്ത് കാശിൻ്റെ അഭാവം. കാശ് കൊടുത്തില്ലെങ്കിൽ മരുന്ന് കിട്ടില്ല. കാശ് എങ്ങനെ കിട്ടണം? പല ഇൻഷുറൻസും ഉണ്ട്. അപ്പോൾ ഈ ഇൻഷുറൻസിന് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഇപ്പോൾ HDS ആണ്, അവർ തരുന്നത് വരെ. ആ കാശ് നമുക്ക് കിട്ടാനുണ്ട്. ആ കിട്ടുവാണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട മരുന്നുകളും അതേപോലെ ഇൻഫ്രാസ്ട്രക്ചറും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ അത്യാഹിത വിഭാഗത്തിൽ ഒരു സീനിയർ ഡോക്ടറുടെ സേവനം ഉറപ്പുവരുത്തേണ്ടതുമുണ്ട്. ആ ഒരു നിർദ്ദേശം കൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിൽ നമുക്ക് 2 തരം നോക്കാനുണ്ട്. ഒന്ന്, അത്യാഹിത വിഭാഗത്തിൽ രോഗി പരിചരണം. അതാണ് നിങ്ങൾക്ക് ആവശ്യം, ജനങ്ങൾക്ക് ആവശ്യം. പക്ഷേ അതിൻ്റെ കൂടെ വേറൊരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ PG സീറ്റ്സ്, PGസിനെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ PGs ആണ് പിന്നീട് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ജില്ലാ ആസ്പത്രിയിലൊക്കെ വർക്ക് ചെയ്യേണ്ട PGs ആണ്, എമർജൻസി മെഡിസിൻ PGs. ഇപ്പം 4 സീറ്റുണ്ട്. ഇതിനു മുമ്പ് 2 സീറ്റായിരുന്നു. ഇവരൊക്കെ പഠിക്കാൻ വേണ്ടിയും കൂടിയാണ് ഈ സ്ഥാപനം. അപ്പം അവർക്ക് പരിശീലനം കൊടുക്കുന്നതോടൊപ്പം ഈ രോഗി പരിചരണം നടക്കണം. നമ്മൾ നേരെ ഒരു സീനിയർ നോക്കിയില്ല എന്ന് പറയുന്നതിന് പകരം സീനിയറും കൂടി ശ്രദ്ധിക്കണം എന്ന് പറയാൻ, അല്ലാണ്ട് നേരെ പോയി ഒരു സീനിയർ നോക്കാൻ പറ്റില്ല. അത് ആ സിസ്റ്റം അങ്ങനെയല്ല. സിസ്റ്റത്തിൽ PG ഡോക്ടർ നോക്കും. അവർക്ക് സംശയം ഉണ്ടെങ്കിലും അവരെ ഗൈഡ് ചെയ്യുക സീനിയർ ഡോക്ടർ. അതിൻ്റെ ആവുന്നത്ര അത് ചെയ്യും. സീനിയർ ഡോക്ടറുടെ കുറച്ച് അഭാവമുണ്ട്, ആവുന്നത്ര അത് പരിഹരിക്കും.